ഗൈസ്, റോഷിമ സെലൻ ഫ്രം കാസ് കറാച്ച്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു 28 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന, അതേപോലെ തന്നെ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് ആയിട്ടുള്ള 20 ലക്ഷം ബഡ്ജറ്റുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. വേറൊന്നുമല്ല, ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ പ്ലസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നേരത്തെ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് സീറ്റ പ്ലസും ആൽഫ പ്ലസും മാത്രമേ നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ 2025 അപ്ഡേറ്റിൽ നമുക്ക് ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ്, അതും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വേരിയന്റ് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടാലോ. നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ വേരിയന്റിൽ കണ്ട അതേ ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് ഫ്രണ്ട് പ്രൊഫൈലിൽ ഈ ഡെൽറ്റ പ്ലസിലും വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഗ്രിൽസും അതിന്റെ ക്രോം ഇൻസേർട്ടും, അതേപോലെ തന്നെ നമ്മുടെ സിൽവർ സ്കിഡ് പ്ലേറ്റ്സും, LED DRLs വിത്ത് ഇൻഡിക്കേറ്റേഴ്സും, ബൈ ഫങ്ഷണൽ ഹാലോജൻ ഹെഡ് ലാംപ്സും ആ ഒരു ഡെൽറ്റയിലുള്ള പോലെയാണ് ഈ ഒരു ഡെൽറ്റ പ്ലസിലും പ്ലേസ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റീരിയർ വൈസ് നോക്കുമ്പോഴേക്കും നമ്മൾ ഡെൽറ്റ കണ്ട മോഡലിൽ എല്ലാ ഫീച്ചേഴ്സും തന്നെയാണ് ഇവിടെയും വരുന്നത്. നമുക്ക് വരുമ്പോഴേക്കും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ORVM നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു റൂഫ് റെയിൽ 40 കിലോ വരെ വെയിറ്റ് താങ്ങാൻ പറ്റുന്നതാണ്. നമുക്ക് ആ ഒരു എയറോഡൈനാമിക് ഡിസൈനും ഈ ഒരു സ്പ്ലിറ്റ് റൂഫ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സിൽവർ ഇൻസേർട്ട് വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിനാസ് വരുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈം കണ്ട ആക്സറൈസ്ഡ് ആയിട്ടുള്ള ഡെൽറ്റ വേരിയൻ്റ് ആയിരുന്നു. ഇതാണ് നമ്മുടെ ഒറിജിനൽ ടയേഴ്സ് വെഹിക്കിളിൽ വരുന്നത്. നോർമലി 17 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽസ് ആണ് നമുക്ക് വരുന്നത്. ഈ സ്റ്റീൽ വീൽസിൻ്റെ കൂടെ വീൽ കപ്പ്, സിൽവർ കളറിലെ വീൽ കപ്പ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 210 mm വരുന്നുണ്ട്. അത് കാരണം അത്യാവശ്യം റഫി പാച്ചി റോഡ്സ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഡെൽറ്റ മോഡലിനെ പോലെ തന്നെയാണ് പ്രൊഫൈല് വരുന്നത്. ഉള്ളി വ്യത്യാസം എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് മാത്രമാണ്. പിന്നെ വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലേഴ്സ്, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാംപ്സ് വരുന്നുണ്ട്, ഡിഫോഗൽ ലൈൻസ് വരുന്നുണ്ട്, കണക്റ്റഡ് ടീ ലാംപ്സ് ആണ് ഇതിൽ വരുന്നത്. അതുകൂടാണ്ട് ഇവിടെ നമുക്ക് ക്യാമറ അവൈലബിൾ ആണ്. റിവേഴ്സ് ക്യാമറയുടെ ക്യാമറ ഇവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സ്കിഡ് പ്ലേസും നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ കാണാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് കണ്ടതിൽ അഡീഷണൽ ഒരു സ്കിഡ് പ്ലേറ്റ്സും കൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് നമ്മുടെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന സ്കിഡ് പ്ലേറ്റ്സ്. പിന്നെ നമ്മൾ ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെൽറ്റയിൽ കണ്ടതെന്ന് പറയുമ്പോഴേക്കും 373 ലിറ്റേഴ്സ് ആണ് കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും കുറച്ച് കുറവാണ്. 265 ലിറ്റേഴ്സ് ആണ് നമുക്ക് വെഹിക്കിളിൻ്റെ ബൂട്ട് സ്പേസ് കാണാൻ പറ്റുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെയാണ് നമ്മുടെ ബാറ്ററി വരുന്നത്. അതുകൂടാണ്ട് നമ്മുടെ പഞ്ചർ റിപ്പയർ കിറ്റ് ഇവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഡെൽറ്റ വേരിയന്റിൽ കണ്ട പോലത്തെ തന്നെയാണ് ഇന്റീരിയർ ഈ ഒരു വെഹിക്കിളിലും കാണാൻ പറ്റുന്നത്. വ്യത്യാസം വളരെ ചുരുക്കം വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഡെൽറ്റയിൽ കണ്ട ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ് ഇവിടെയും കാണാൻ പറ്റുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോയും അതേപോലെ തന്നെ ആപ്പിൾ കാർപ്ലേയും വരുന്ന 7 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. 4 സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമറ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് AC വരുമ്പോഴേക്കും നമുക്ക് ആ സെയിം AC തന്നെയാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് നമുക്ക് വരുന്നത്. ട്രാക്ഷൻ കൺട്രോളിന്റെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലാത്ത ഒരു കാര്യം എന്ന് പറയുമ്പോഴേക്കും ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഈ ഒരു വേരിയന്റിൽ അവൈലബിൾ അല്ല. നമുക്ക് 12V സോക്കറ്റ്, അതേപോലെ USB പോർട്ടും ഈ ഒരു വെഹിക്കിളിൽ അവൈലബിൾ ആണ്. അത് കൂടാണ്ട് ഇവിടെ ചെറിയൊരു പോക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജിന് വേണ്ടി. വാളറ്റ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ഈ CVTയുടെ ഗിയർ നോബ് ആണ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഈ ഒരു വെഹിക്കിളിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് EV മോഡ് ഇവിടെ അവൈലബിൾ ആണ്. അതായത് നമുക്ക് EV മോഡ് പ്രസ് ചെയ്തിട്ട് EV മോഡിൽ മാത്രം ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് നമുക്ക് എക്കോ, നോർമൽ, പവർ ഈ 3 മോഡിന്റെ ഡ്രൈവ് മോഡ് സ്വിച്ച് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ മൈൽഡ് ഹൈബ്രിഡ് ആയിട്ടുള്ള ഡെൽറ്റ മോഡൽ കണ്ടപ്പോഴേക്കും അവിടെ ബ്രേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡിൽ വരുമ്പോഴേക്കും കൺവെൻഷണൽ ആയിട്ടുള്ള ഹാൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ സ്റ്റോറേജ് സെയിം തന്നെയാണ്. നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് ഈ ഒരു ആംറെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. കൂടാതെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സീറ്റും കാര്യങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റയുടെ സെയിം സീറ്റും കാര്യങ്ങളും കംഫർട്ടും എല്ലാമാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് നമുക്ക് എല്ലാ സീറ്റുകളിലും അവൈലബിൾ ആണ്. ഈവൻ നമ്മുടെ സെന്റർ സീറ്റിലും അത് അവൈലബിൾ ആണ്. ഹെഡ് റെസ്റ്റും അതേപോലെ എല്ലാ സീറ്റിലും അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് വരുന്നത്. റിയർ സീറ്റ്സ് വരുമ്പോഴേക്കും 60-40 സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കൂടാണ്ട് 2 സ്റ്റെപ്പ് റിക്ലൈനിങ് അവൈലബിൾ ആണ്. നമ്മുടെ ക്ലസ്റ്റർ വരുമ്പോഴേക്കും 7 ഇഞ്ചിന്റെ TFT ക്ലസ്റ്റർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. അതിൽ തന്നെയാണ് നമുക്ക് ഈ വെഹിക്കിളിന്റെ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആയിട്ടുള്ള. ഈവൻ സ്ട്രോങ് ഹൈബ്രിഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നത് അതിൻ്റെ അകത്ത് തന്നെയാണ്. നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് അവൈലബിൾ ആണ് ഡെൽറ്റയിലെ പോലെ തന്നെ. പക്ഷേ ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കളറിങ് കുറച്ച് വ്യത്യാസമുണ്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ. നമ്മുടെ സ്റ്റിയറിംഗ് വരുമ്പോഴേക്കും ടെലസ്കോപ്പിക്കും ആണ്, അതേപോലെ ടിൽറ്റബിളും ആണ്. പിന്നെ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് ഓഡിയോ കൺട്രോൾസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്കിവിടെ ക്രൂസ് കൺട്രോളിൻ്റെ
ഫങ്ഷൻസും അവൈലബിൾ ആണ്. നമ്മുടെ ഡ്രൈവർ സൈഡ് സീറ്റ് വരുമ്പോഴേക്കും 6 വേ അഡ്ജസ്റ്റബിൾ ആണ്. നമ്മുടെ ഹുഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് എഞ്ചിൻ വരുന്നത് 1.5 ലിറ്ററിൻ്റെ 3 സിലിണ്ടർ ടൊയോട്ട സോഴ്സ്ഡ് ആയിട്ടുള്ള എഞ്ചിനാണ് നമുക്ക് ഈ സ്ട്രോങ് ഹൈബ്രിഡിൽ വരുന്നത്. ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു എഞ്ചിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടറും അവൈലബിൾ ആണ്. മോട്ടർ കൂടാതെ നമുക്ക് ലിഥിയം അയൺ ബാറ്ററിയും അവൈലബിൾ ആണ്. 177 വോട്ടാണ് അതിന് വരുന്നത്. നമ്മുടെ ഈ സ്ട്രോങ് ഹൈബ്രിഡിൽ 3 മോഡ്സ് ആണ് നമുക്ക് വരുന്നത്. ഒന്നെന്ന് പറയുമ്പോഴേക്കും EV മോഡാണ്. 0 to 40 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതേപോലെ ഒരു സിറ്റി ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോഴേക്കും EV മോഡായിരിക്കും ഇതിൽ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു 40 to 80 പോകുമ്പോഴേക്കും നമുക്ക് എൻജിൻ മോഡായിരിക്കും. അതായത് ഒത്തിരി പെർഫോമൻസും അതേപോലെ തന്നെ അത്യാവശ്യം സ്പീഡും കാര്യങ്ങളും വേണ്ടപ്പോഴേക്കും എൻജിനായിരിക്കും നമുക്ക് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് തേർഡ് മോഡ് എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു മോട്ടറും എൻജിനും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു മോഡായിരിക്കും. ലോങ് സ്ട്രെച്ച് ഹൈവേയിലൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് വരുമ്പോഴേക്കും 115 PS ആണ് വരുന്നത്. നമുക്കൊരു CVT ടെക്നോളജിയാണ് ട്രാൻസ്മിഷനിൽ വരുന്നത്. അത് കാരണം തന്നെ വളരെ സ്മൂത്തായിട്ട് വണ്ടി നോയ്സും കാര്യങ്ങളും ഇല്ലാണ്ട് വളരെ സ്മൂത്തായിട്ടായിരിക്കും വണ്ടി റൺ ചെയ്യുന്നത്. അത് പോരാത്തതിന് ഈ സ്ട്രോങ് ഹൈബ്രിഡിൽ മാത്രമാണ് CVT എന്ന് പറഞ്ഞ ടെക്നോളജി അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ CVTയിൽ നോർമൽ മോഡ്സ് ആയിട്ടുള്ള പാർക്ക്, ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ് കൂടാണ്ട് നമുക്ക് ഒരു B മോഡും കൂടിയുണ്ട്. ഈ മോഡ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എഞ്ചിൻ ബ്രേക്കിംഗ് മോഡാണ്. അതായത് ഒരു കുത്തനെയുള്ള ഒരു സ്റ്റീപ്പ് സ്ലോപ്പൊക്കെ വരുമ്പോഴേക്കും ആ ഒരു എഞ്ചിനും ബ്രേക്കിംഗ് വേണ്ട സമയത്ത് നമുക്ക് ഓടിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ B മോഡ് എന്ന് പറഞ്ഞ മോഡ്. ഗ്രാൻഡ് വിറ്റാരയുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടുതലൊന്നും പറയണ്ടല്ലോ. നമുക്ക് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്, 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ISO ഫിക്സ് വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വിത്ത് സെൻസർ നമുക്ക് അവൈലബിൾ ആണ്, ABS EBD നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ അവൈലബിൾ ആണ്. ഗ്രാൻഡ് വിറ്റാരയുടെ സ്ട്രോങ് ഹൈബ്രിഡിന് സ്റ്റാൻഡേർഡ് ആയിട്ട് 5 ഇയേഴ്സ് അല്ലെങ്കിൽ 120 കിലോമീറ്റേഴ്സ് വരെ വാറണ്ടി നമുക്ക് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് നമുക്ക് ബാറ്ററി മോട്ടർ വരുമ്പോഴേക്കും നമുക്ക് 1,60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷത്തേക്കും വാറണ്ടി അവൈലബിൾ ആണ്. നമുക്ക് എക്സ്ഷോറൂം വരുമ്പോഴേക്കും 60,99,000 ആണ് വരുന്നത്. ഓൺ റോഡ് വരുമ്പോഴേക്കും നമുക്കത് 20 ലക്ഷത്തിന് എബോവ് വരും. ഈ മന്തിൽ നമുക്ക് അത്യാവശ്യം ഓഫേഴ്സ് റണ്ണിങ് ആണ്. 1,25,000 അടുത്ത് ഓഫേഴ്സ് റണ്ണിങ് ആണ്. സോ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഈ ഒരു വെഹിക്കിളിന്റെ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വെഹിക്കിളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ അവർക്കൊന്ന് റെക്കമെൻഡ് ചെയ്യുക.